ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റ് നമ്മുടെ വീട്ടിൽ വളരെ ഈസിയായി ഓവനും ഒന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പൊടി, റവ, പഞ്ചസാര പൊടിച്ചത്, തേങ്ങാപ്പൊടി നിങ്ങൾക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം, ബ്ലാക്ക് ഭാഗം ഒഴിവാക്കി വെളുത്ത ഭാഗം മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞ് ഒരു തവയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ തേങ്ങാപ്പൊടി നമുക്ക് കിട്ടും. നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് 1 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക. അതേ കപ്പിൽ തന്നെ 1 കപ്പ് റവ അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. ഞാനിവിടെ ഓയിൽ ഉപയോഗിക്കുന്നില്ല, എൻ്റെ അടുത്ത് നെയ്യാണുള്ളത്. ഞാനത് നെയ്യാണ് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ. ശേഷം നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ആഡ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി നന്നായി കുഴയ്ക്കുക. ഒരു ബൗളെടുത്ത് 4 ടേബിൾ സ്പൂൺ പാലെടുക്കുക. ഈ പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ, നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഇതിലേക്കിട്ട് യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഗോതമ്പ് പൊടി, റവ, നെയ്യ് ഈ മിശ്രിതത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന പാലിൻ്റെയും ഷുഗർ പൗഡറിൻ്റെയും മിശ്രിതം ഈ മാവിലേക്ക് ഒഴിച്ച് നന്നായി കുഴയ്ക്കുക. വെള്ളം ചേർത്തരുത്. ഓയിലോ നെയ്യോ ഉപയോഗിച്ച് നന്നായി ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. ശേഷം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മാവൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. ശേഷം ഒന്നുകൂടി നന്നായി കുഴയ്ക്കുക. ശേഷം ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി അധികം കനം കുറയ്ക്കേണ്ട, കുറച്ച് കനം ഇരുന്നോട്ടെ. ശേഷം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ കപ്പോ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഇതുപോലെയുള്ള ചട്ടകം വെച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസൈനായി മാറുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് കോരാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ആക്കിയ ശേഷം എല്ലാം വറുത്തെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സ്വാദിഷ്ടമായ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.